അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ അരി ഉപ്മാവായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ഒരു എളുപ്പപ്പണി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അപ്പുക്കുട്ടിൻ്റെ കൂടെ കിന്നരിക്കാമെന്ന് വിചാരിച്ച് പോയിരുന്നു. പക്ഷേ കിന്നാരത്തിന് പോയി നോക്കുമ്പോൾ കുറേ പിച്ചിലും മാന്തിലാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കുട്ടി ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോന്നപ്പോൾ അവൻ നേരെ അച്ഛൻ്റെ കൂടെ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഉപ്മാവിക്ക് വേണ്ടിയിട്ട് പിന്നെ നേരെ പോയിട്ട് പപ്പടവും കാച്ചി. ഇതാണ് ഈ തീരെ പൊള്ളവരാത്തൊരു പപ്പടമായിരുന്നു. ഏട്ടനൊക്കെ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വേഗം നമ്മുടെ അലമാരയൊക്കെ ഒന്ന് ഒതുക്കാൻ വിചാരിച്ചു. പൂരത്തിന് പോയി നോക്കുമ്പോൾ ആകെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും അമ്മ അപ്പുവിനെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ അവൻ അച്ഛനെ കൊണ്ട് പോയിട്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവനാണെങ്കിൽ അത് കുടിക്കാൻ ഭയങ്കര പൂതിയായിരുന്നു. പിന്നെ ഞാൻ എഴുതുന്നതിൻ്റെ ഒപ്പം മൂപ്പരും വന്നിട്ട് എഴുതാനുണ്ട്. എൻ്റെ ബുക്കൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. സേഫാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. പിന്നെ ഞാൻ തുണിയൊക്കെ എടുത്ത് വയ്ക്കണ നേരത്തെ മണ്ണ് വാരി കളിക്കുമായിരുന്നു. അപ്പോഴാണെങ്കിൽ അമ്മ അവനെ അടിക്കാനാണെന്നും പറഞ്ഞ് വടി എടുത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഏട്ടൻ വരുന്ന സമയത്ത് ഏട്ടൻ മത്തിയും പുതിയാപ്പിളക്കോരയും കൊടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ അവിടെ ഈ മീനിന് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ വറുത്തതും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടു. അത്രയാണ് ഇന്നത്തെ വിശേഷം. ബൈ.